മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. സമ്മേളനം ഇന്ന് ആരംഭിക്കും. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്താനുമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകും. ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനൊപ്പം കർഷകർക്കും യുവാക്കൾക്കും മുൻഗണന നൽകുന്ന പുതിയ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നു. നാളെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. ഈ ബജറ്റിൽ എന്താണ് പ്രതീക്ഷകൾ? ജനക്ഷേമ പദ്ധതികൾ ഉണ്ടാകും എന്ന് തന്നെയാണോ പ്രതീക്ഷ? മറ്റുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് ജിഷ്ണു കൃഷ്ണൻ? വിനോദ, പാർലമെന്റിന്റെ നടപടികൾ അല്പസമയത്തിനകം തന്നെ 11 മണിയോടുകൂടി പാർലമെന്റിന്റെ നടപടികൾ ആരംഭിക്കും. ഇന്ന് പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ പാർലമെന്റിൽ മേശപ്പുറത്ത് വയ്ക്കും. നാളെയാണ് കേന്ദ്ര സർക്കാരിന്റെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണമൊപ്പം നിർമ്മല സീതാരാമൻ ധനമന്ത്രി എന്ന നിലയിൽ തുടർച്ചയായി അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ബജറ്റ് കൂടിയാണിത്. ഈ ഒരു ബജറ്റിൽ തീർച്ചയായും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ, പുതിയ പദ്ധതികൾ ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുതന്നെയാണ് അല്പസമയങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയത്. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് പാർലമെന്റ് അങ്കണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. രാജ്യം അതിവേഗം കുതിക്കുന്ന സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ച നേടാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകും. നാളെ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വികസനത്തിന്റെ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്നത്. അടുത്ത 5 വർഷം രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനായി എല്ലാ അംഗങ്ങളോടും, സഭയിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളും രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. ഒപ്പം ബജറ്റ് പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ ഓരോ തവണകളിലും മോദി സർക്കാരിന്റെ ബജറ്റ് പരിശോധിക്കുമ്പോൾ വമ്പൻ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ജനക്ഷേമ വികസന പദ്ധതികളിലേക്ക്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ആവാസ് യോജന, ഉജ്ജൽ യോജന തുടങ്ങി ജനക്ഷേമ വികസന പദ്ധതികളിലേക്ക് സാമ്പത്തിക നീക്കിയിരിപ്പ് നടത്തിക്കൊണ്ട്, ഒപ്പം രാജ്യത്തിനകത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്, അതിന് ചെറുകിട വ്യവസായമാണെങ്കിലും പ്രതിരോധ മേഖലയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപാദനമാണെങ്കിലും അത്തരത്തിൽ രാജ്യത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത കൈവരിക്കുക, അതുവഴി രാജ്യത്ത് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക എന്ന വളരെ വ്യക്തമായ നയത്തിലൂന്നിക്കൊണ്ട് വിവിധ പദ്ധതികളിലേക്ക് സാമ്പത്തിക നീക്കിയിരിപ്പ് നടത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളുമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലും ബജറ്റ് അവതരണത്തിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു ജനപ്രിയ ബജറ്റ് തന്നെയായിരിക്കും. ഒപ്പം മികച്ച ഭൂരിപക്ഷത്തിൽ 3ാം തവണയും മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ ബജറ്റാണ്. അതുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിന്, സാമ്പത്തിക വളർച്ചയ്ക്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും നാളെയാണ് ബജറ്റ് അവതരണം. ഇന്നിപ്പോൾ അല്പസമയത്തിനകം പാർലമെന്റ് നടപടികൾ ആരംഭിക്കും. അടുത്ത മാസം ഓഗസ്റ്റ് 12 വരെയാണ് പാർലമെന്റിന്റെ സഭാ സമ്മേളനം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു സമ്മേളന കാലയളവിൽ വ്യോമയാന നിയമ ഭേദഗതി ബില്ലുൾപ്പെടെ പുതിയ 6 ബില്ലുകൾ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.